ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ട്രെയിനിങ് 18 മാസമാണ്. ഞാൻ 7 ജാനുവരി 1980 തുടങ്ങി. ഞങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് 13 ജൂൺ 1981 1981 13 ജൂണിലാണ് എൻ്റെ പാസിംഗ് ഔട്ട് പരേഡ്. അതായത് വലിയൊരു പരേഡാണ്, ഭയങ്കര രസമാണ് ആ പരേഡ്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ യൂട്യൂബിൽ പോയി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി പാസിംഗ് ഔട്ട് പരേഡ് നോക്കിയാൽ മതി. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഒരു പരേഡാണ്. ഭയങ്കര വികാരപരമായ ഒരു പരേഡാണത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ പാസ് ഔട്ട് ആകുന്ന ജെൻറ്റിൽമെൻ കഡറ്റ്സിൻ്റെ, അന്ന് പെണ്ണുങ്ങളില്ല, അന്ന് ജെൻറ്റിൽമെൻ കഡറ്റ്സാണ്, അവരുടെ മാതാപിതാക്കളോട് വരും വിളിക്കാം. അപ്പം ട്രെയിനിങ്ങിൻ്റെ അവസാന മാസം ആണ് ഡിസൈഡ് ചെയ്യുന്നത് ആര് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെന്ന്. അപ്പം എൻ്റെ DS, അതായത് എന്നെ ട്രെയിൻ ചെയ്ത ക്യാപ്റ്റൻ ഇൻഫൻട്രിയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, നീ എൻ്റെ റെജിമെൻറ്റിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലോട്ട് എഴുതി, ഇങ്ങനെ ഇത് ചൂസ് ചെയ്യണം, ഞാൻ ഇൻഫൻട്രിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻഫൻട്രി എന്താണെന്ന് ഒരു ഒരു കൊച്ചു റൈറ്റപ്പ് എഴുതി എൻ്റെ ഫാദറിന്. ഇതാണ് യുദ്ധം ചെയ്യുന്ന കാലാൾപ്പടയ്ക്ക് ആണ് ഇൻഫൻട്രി എന്ന് പറയുന്നത്. അതിൻ്റെ കമാൻഡറായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കീഴിൽ ചെല്ലുമ്പം ഒരു 10-100 പേരുണ്ട്. അവരുടെ നേതാവായിരിക്കും ഞാൻ. അവിടെ പോവും, ഡിപ്ലോയ് ആകണം. ഉടനെ അവിടെ നിന്ന് എൻ്റെ മക്കളെ അത് വേണ്ട, വേറെ വല്ലതും നോക്കണം എന്നൊക്കെ പറഞ്ഞു എഴുതി. അയ്യോ, അത് പിന്നൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലായിട്ട് മാറി അവസാനം. ചിലപ്പോഴൊക്കെ ഓർക്കും അങ്ങനെ എഴുതണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ ചോയ്സ് ഓഫ് ആർമ്സ്, അത് ഞാനിപ്പം വരും, ഈ പാസിംഗ് ഔട്ട് പരേഡിന് ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു കോൺഫറൻസ് പോലുണ്ട്. നമുക്കൊരു ഫോം തരും, അതിൽ നമ്മൾ എഴുതണം നമുക്ക് എന്തോ വേണ്ടതെന്ന്. നമ്മുടെ ചോയ്സാണ്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി ലോജിസ്റ്റിക്സ്, എനിക്ക് ഓർഡിനൻസ് എന്ന് ഞാൻ എഴുതി, എൻ്റെ ഫസ്റ്റ് ചോയ്സ്. ഈ ലോജിസ്റ്റിക്സിൽ ഓർഡിനൻസ് എന്ന് പറയുന്നത് ആർമിയുടെ മുട്ടുസൂചി മുതൽ ഹെലികോപ്റ്റർ വരെ എത്ര എണ്ണം വേണം, എങ്ങനെ അത് കണക്ക് കൂട്ടി അത് നേരത്തെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വേണ്ടുന്നിടത്ത് എത്തിക്കുന്നതാണ് ഒരു പണി. പിന്നെ ഇതിൻ്റെ എല്ലാം സ്പെയർ വേണം, റീപ്ലേസ്മെൻറ്റ് വേണം. അതും നമ്മളാണ്, ഈ ഓർഡിനൻസുകാരാണ് കണക്ക് കൂട്ടുന്നത്. അതിന് ഫോർകാസ്റ്റിംഗ് എന്ന് പറയും, അത് ചെയ്യണം. അതുപോലെ തന്നെ അമ്യുനേഷൻ, അതായത് ഏറ്റവും കൊച്ചു തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ട മുതൽ മിസൈൽ വരെ കണക്ക് കൂട്ടണം. എത്ര എണ്ണമാണ് ഇന്ത്യക്ക് വേണ്ടത്, അത് എത്ര എണ്ണം ഇപ്പോൾ ഉണ്ട്, എത്ര എണ്ണം പോകും ട്രെയിനിങ്ങിന്, ഈ വർഷം എത്ര എണ്ണം ఖర్చు അത് യൂസാകും, ബാക്കി എത്ര എണ്ണം വേണം, എത്ര രൂപ വേണം, ഇതൊക്കെ കണക്ക് കൂട്ടി സർക്കാരിന് നമ്മളാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് വരുമ്പം ഇത് ഫാക്ടറിയിൽ നിന്ന് വരും, പുറം രാജ്യങ്ങളിൽ നിന്ന് വരും, ഇതിനെ റിസീവ് ചെയ്ത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ച് പിന്നെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മേലിൽ എവിടെ വേണ്ട അവിടം വരെ കൊണ്ടെത്തിക്കണം. അതായത് ഇന്ത്യയിലുണ്ടാക്കുന്ന പടക്കോപ്പുകൾ ട്രെയിനിലാണ് ഈ മെയിൻ സെൻട്രൽ ഡെപ്പോയിൽ വരുന്നത്. അതേസമയം പുറത്തുനിന്ന് വരുന്നത് കപ്പലുകളിലാണ് വരുന്നത്. ബൈ ഫ്ലൈറ്റ് വളരെ കുറച്ചേ വരത്തുള്ളൂ, ഡേഞ്ചർ ആയതുകൊണ്ട്. ഈ കപ്പലിൽ വരും, ബോംബെ വരും, അവിടുന്ന് പിന്നെ ട്രെയിനിൽ കയറ്റും, ഡെപ്പോയിൽ വരും. ഈ ഡെപ്പോകളിൽ നിന്ന് പിന്നെ ട്രെയിനിൽ കയറ്റി ഏതെങ്കിലും റീജിയണൽ ഡെപ്പോയിൽ വരും. അപ്പം ഓർത്തോണം, വലിയ ഷിപ്പ്, ട്രെയിൻ ഇത് പിന്നെ നമുക്ക് കമാൻഡുകളിൽ വരും. അവിടുന്ന് പിന്നെ ഇത് 4 ചക്രമുള്ള വണ്ടികളിൽ കയറണം. അതിങ്ങനെ വന്ന് മേലിൽ എവിടെയൊക്കെ വേണ്ട അവിടെ ചെന്നിട്ട് പലയിടത്തും വണ്ടി പോകാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ മ്യൂളെന്ന് പറയും, അതായത് ഈ കുതിരയും കഴുതയും തമ്മിലുള്ള ക്രോസ് ചെയ്തിട്ടുള്ളൊരു മൃഗമുണ്ട്, അത് മ്യൂളെന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് എല്ലാം കയറ്റും. അത് പിന്നെ ഇങ്ങനെ മലപ്പുറത്ത് കൊണ്ട് ചെല്ലും. പിന്നെ ചില സ്ഥലത്ത് ഈ മ്യൂളും പോകത്തില്ല, അവിടെ മനുഷ്യൻ പോകണം. അതെത്തിക്കുന്നതാണ് ഞങ്ങളുടെ പണി. ഇനി ഇതെത്തിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് പോയി ഇതിനെ ഇൻസ്പെക്റ്റ് ചെയ്യണം. അതിൻ്റെ ഈ അമ്യുനേഷൻ, വലിയ കോസ്റ്റ്ലി ആയിട്ട് അമ്യുനേഷനൊക്കെ എല്ലാം 3 മാസം ചെക്ക് ചെയ്യണം.
മറ്റേ സാധാരണ തോക്കിൽ വെടിവെക്കുന്ന വർഷത്തിൽ വെച്ച് ചെയ്താൽ മതി. പക്ഷേ ആ പോസ്റ്റിൽ ഇതും കാണും അതും കാണും. അതുകൊണ്ട് എൻ്റെ ഓഫീസേഴ്സ് ഞങ്ങൾ എല്ലാവരും മിക്കവാറും ഉള്ള എല്ലാ മൗണ്ടൻ പോസ്റ്റും കയറി ഇറങ്ങുന്നവരാണ്. ഞങ്ങൾ ഡയറക്റ്റ്ലി ഫയർ ചെയ്യത്തില്ല, പക്ഷേ ഇതാണ് എത്തിക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും റിപ്പയർ കുഴപ്പമുണ്ടെങ്കിൽ ലീക്ക് ആകുന്നു അതാ ചെക്ക് ചെയ്യാൻ, ഇതൊക്കെ. പിന്നെ അതിനെ ഡിസ്പോസ് ചെയ്യണം. ഇതൊക്കെയാണ് പണി, ഓർഡിനൻസിൻ്റെ പണി. എനിക്കിത് അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഓർഡിനൻസിൽ പോയാൽ വലിയ ഡേഞ്ചറൊന്നും ഇല്ല, അപ്പനും അമ്മയ്ക്കൊക്കെ എപ്പോഴും കാണാം, ഭാര്യയുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് ഓപ്റ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പം എന്നെ എൻ്റെ DS വിളിപ്പിച്ചു. അയാൾ ചൂടായി നാശമായി, എനിക്കൊത്തിരി പണിഷ്മെൻറ്റും തന്നു. ഞാൻ പറഞ്ഞു, സർ ഇത് യു സി ഐ വിൽ ഗെറ്റ് യു ഓൺലി ഇൻഫൻട്രി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻഫൻട്രി കിട്ടിയാൽ ഞാൻ വരും, പോകാതിരിക്കാത്തല്ലോ. ഇത് അപ്പോഴോട് പറഞ്ഞ വാക്ക് കൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഇനി സെലക്ഷൻ ആകുമ്പം ഈ ഒരു ബ്ലോക്കുണ്ട്, ആ ബ്ലോക്കിൽ ഒരു ഓർഡറുണ്ട്, ഒരു മെട്രിക്സ് ഉണ്ട്, അത് വെച്ചാണ് എടുത്തിരുന്നത്. എൻ്റെ ഭാഗ്യമാണോ അതോ എൻ്റെ അപ്പൻ്റെ ഭാഗ്യമാണോ? ഞാൻ ചോദിച്ചത് ഓർഡിനൻസാണ്. ഒത്തിരിയും പേര് ഓർഡിനൻസ് ചോദിച്ചു, എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഓർഡിനൻസിൽ ചെന്നത്. പിന്നെ ഓർഡിനൻസിൽ തന്നെയായിരുന്നു എൻ്റെ യാത്ര മൊത്തവും. ഇടയ്ക്ക് ഡെപ്യൂട്ടേഷൻ അല്ലാത്തതൊക്കെ പോയിട്ടുണ്ട്, അത് വലിയ കാര്യമായിട്ടില്ല. പക്ഷേ അവിടെയൊക്കെ 2 മാസം 3 മാസമൊക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതയാത്ര യൂണിഫോം ഇട്ടുള്ള യാത്രയിൽ 99.9% ഞാൻ ഓർഡിനൻസ് യൂണിഫോം ഇട്ടാണ് യാത്ര ചെയ്തത്. എനിക്ക് കമ്മീഷൻ കിട്ടാൻ സമയമായപ്പം ഞാൻ എൻ്റെ ഡാഡിക്കും അമ്മയ്ക്കും എഴുത്തെഴുതി, നിങ്ങൾ വരണമെന്ന്. അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അഭിമാനം കൊള്ളുന്ന സംഭവം, എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ട ടിക്കറ്റ് ഞാനാണ് ഫണ്ട് ചെയ്ത്. ഡാഡി ടിക്കറ്റ് വാങ്ങിച്ചു, അത് ഞാൻ റീഫണ്ട് ചെയ്തു. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ അവർ വന്നു, തിരിച്ച് എൻ്റെ കൂടെ അവർ ഫസ്റ്റ് ക്ലാസ്സിൽ തിരിച്ച് നാട്ടിലോട്ട് പോയി. എൻ്റെ പാസിംഗ് ഔട്ട് പരേഡിന് എൻ്റെ മാതാവാണ് ഒരു സൈഡിൽ എനിക്ക് സ്റ്റാർ ഇട്ട് തന്നത്, എൻ്റെ ഡാഡി ഒരു സൈഡിൽ സ്റ്റാർ ഇട്ട് തന്നു. അവിടെ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ അനിയൻ അന്ന് 2.5-3 വയസ്സായി കാണും, അത്രേ ഉള്ളൂ, 3.5 വയസ്സായി കാണും. പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട്, എനിക്കിങ്ങനെ സ്റ്റാർ ഇട്ട് തന്നു. ഇതൊക്കെ ജീവിതത്തിലുള്ള നാഴികക്കല്ലാണ്. കുണ്ട്ര എന്ന ദേശത്ത് തൃപ്പേഴിക എന്നൊരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ മെറിറ്റിൽ വന്ന് ദെഹ്റാദൂണിൽ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി, ചൂസ് ചെയ്തത് കിട്ടി. എൻ്റെ ഫാദറും മദറും, എൻ്റെ ഡാഡിയും അമ്മയും വന്ന് എനിക്ക് സ്റ്റാർ ഇട്ട് തന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ട്രെയിനിൽ തിരിച്ച് ഞങ്ങൾ കുണ്ട്രയെത്തി. 19 ദിവസം കഴിഞ്ഞപ്പം ഞാൻ പെട്ടിയെല്ലാം കെട്ടി. എൻ്റെ ആദ്യ യൂണിറ്റ് ചൗക്കി, അലഹാബാദിനടുത്ത് ഒരു യൂണിറ്റുണ്ട്, അവിടെ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തു. അവിടെ 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ്ങിന് വേണ്ടി എന്നെ അവരയച്ചു. അതാണ് ജബൽപൂർ. കോളേജ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഇന്നറിയപ്പെടുന്നത്, അന്ന് ഓർഡിനൻസ് സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പം എല്ലാ ഓഫീസേഴ്സും ഓർഡിനൻസ് വരുന്ന അവിടെ വന്ന് ബേസിക് ട്രെയിനിങ് ചെയ്യണം. അവിടെയാണ് ഈ പ്രോട്ടോക്കോൾസും പ്രൊസീജിയേഴ്സും ലോയും പിന്നെ ഫിനാൻഷ്യൽ റെഗുലേഷൻസ്, ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മളെ പഠിപ്പിക്കും. അത് 8 മാസത്തെ കോഴ്സാണ്. എല്ലാ ആഴ്ചയും ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, എല്ലാ മാസവും എക്സാം ഉണ്ട്. അത് മാർക്ക് നമ്മുടെ റെക്കോർഡിൽ പോവും. അതുകൊണ്ട് പഠിച്ചേ വെക്കൂ. വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പോസ്റ്റിംഗ് ലേ ലഡാക്കിലോട്ട് പോയത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആർമിയുടെ തുടക്കത്തിലുള്ള പോസ്റ്റിംഗ്. നമ്മൾ ആർമിയിൽ കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് മുമ്പ് കാണാതിരുന്നിട്ടുള്ള ഒത്തിരി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആർമി തരുന്നുണ്ട്. എയ്റോപ്ലെയിൻ എനിക്കൊന്നും ഒരു ഭയങ്കര ഹരമായിരുന്നു. ഞാൻ ആദ്യമേ കണ്ട പ്ലെയിൻ എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കുമ്പം എൻ്റെ
എൻ്റെ ഗ്രാമത്തിൽ അമ്മ ഞാൻ നിൽക്കുമ്പം ആകാശത്തൂടെ പ്ലെയിൻ പോകുന്നത് കുഞ്ഞൊരു സാധനം വെള്ളി വെട്ടത് ശബ്ദം കേട്ട് ഞാൻ ഓടി അമ്മ അതെന്താ വന്ന് ചോദിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട് അത് പ്ലെയിനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പ്ലെയിൻ എന്ന് വെച്ചാൽ, അപ്പോൾ അമ്മ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതിലിങ്ങനെ പോവും, ദൂരെ പോകുന്നവർ അതിൽ കയറിയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഈ കൊച്ചു സാധനത്തിൽ ആൾക്കാർ കയറുന്നത് എങ്ങനെയാണ്? അപ്പം അമ്മ പറഞ്ഞു അല്ലല്ല, അത് ഒത്തിരി വലുതാണ്, നമുക്ക് കയറി ഇരുന്ന് പോകാം, അതങ്ങ് മേളിൽ പറക്കുന്നതുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു അതിശയ സംഭവമാണ്. പിന്നെ ഞാൻ വളർന്നു കോളേജിലൊക്കെ ആയ സമയത്തേക്ക് അപ്പം അതിന് മുമ്പൊരു പ്ലെയിൻ ഞാൻ കൈകൊണ്ട് തൊട്ടു കണ്ടു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 6-ലാണെന്ന് തോന്നുന്നു. 6-ൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ ഒരു സാറ്, ടീച്ചർ, അയ്യർ സാറ്, ഗോഡ് ബ്ലെസ് ഹിസ് സോൾ, ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു, ബോയ്സ് യു ആർ ഗെറ്റിംഗ് എ പ്ലെയിൻ ഇൻ ദ സ്കൂൾ. അപ്പം എല്ലാവർക്കും ഭയങ്കര അതിശയം, സർ സ്കൂളിൽ പ്ലെയിൻ വരുന്നുണ്ടോ? ആ സർ എത്ര വലുതാണ്? അപ്പം അദ്ദേഹത്തിന് അറിയാതിരിക്കും എങ്ങനത്തെ പ്ലെയിനാണ് വരുന്നതെന്ന്. അദ്ദേഹം നമ്മളെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയായിരിക്കാം പറഞ്ഞത്. അപ്പം പുള്ളി ഇങ്ങനെ ബോർഡെ നോക്കിയപ്പം ക്ലാസ്സിൽ ഞങ്ങൾ 28 പേരുണ്ട്. അവൻ പറഞ്ഞു ആ പ്ലെയിനിൽ 28 പേർക്ക് ഇരുന്ന് പോകാം. പിന്നെ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഓഫീസറുണ്ട്, അദ്ദേഹം നിങ്ങളെ പറത്തിക്കൊണ്ട് പോകും. അപ്പം ഞാൻ വെച്ചാൽ അത് കാര്യമല്ല, 28 നമുക്ക് ചാൻസ് കിട്ടും, എല്ലാവർക്കും കയറാമല്ലോ. അപ്പം അടുത്ത ക്ലാസ്സിൽ പോയി അദ്ദേഹം പറഞ്ഞു അവിടെ 31 ഉണ്ട്. അപ്പം പറഞ്ഞു 31 പേർക്ക് ഇരിക്കാവുന്ന പ്ലെയിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. 31 പേരുണ്ടെങ്കിൽ എന്തായാലും 28ാമത്തെ ആൾക്കും കയറാമല്ലോ. ഞാൻ ആ ക്ലാസ്സിൽ ഉള്ളത് ഏറ്റവും ചെറുത്. അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ നമ്മളെ തള്ളി മാറ്റും. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കയറണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം രാവിലെ ഒരു ട്രക്ക് അവിടെ വന്നു. അതിനകത്തൊരു തുമ്പി പോലൊരു സാധനം അത് വന്നു. അപ്പോഴത്തേക്ക് അത് പ്ലെയിനാ. അപ്പോൾ ട്രക്കിനകത്ത് കൊള്ളുന്ന പ്ലെയിൻ വന്നിട്ട് ഇപ്പം പഴയ ഒരു യുദ്ധവിമാനമാണ് അത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ യുദ്ധവിമാനമായിരുന്നത്, ഒറ്റ പ്രൊപ്പലറുള്ള. അത് സ്കൂളിൽ കൊണ്ട് അത് സ്ഥാപിച്ചു. അപ്പം പിന്നെ പ്ലെയിനിൽ കയറാമല്ലോ. അപ്പം വൈകുന്നേരം ചെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരാഴ്ച കൊണ്ട് അത് ഫിറ്റാക്കി. പല പല പാർട്ടായിട്ടാണ് വന്നത്. വിങ്സൊക്കെ ഫിറ്റാക്കി, പ്രൊപ്പലറിന് ഫിറ്റാക്കി. അന്നേരം അത് സമയം കിട്ടുമ്പോഴൊക്കെ പോയി കയറും. അപ്പോൾ ക്യൂ അത് കയറാൻ വേണ്ടി. പിന്നെ ഈ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ കയറി കഴിയുമ്പോൾ എല്ലാവരും പൈലറ്റാകും. പിന്നെ സ്വന്തമായിട്ട് അതിങ്ങനെ ഓടിക്കുന്നവരാക്കും. അത് അനങ്ങത്തില്ല, ശബ്ദമൊക്കെ ഉണ്ടാക്കി അതിന് മേലിരുന്നു. അതിൽ കയറി കൈ പഴകി എത്രയോ പേര് പൈലറ്റുമാർ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുണ്ടെന്നറിയാമോ. അപ്പം ഞാനും അതിലൊക്കെ കയറി. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി. ആ ഇടയ്ക്കാണ് നാട്ടിൽ ഗൾഫിലോട്ട് ഇങ്ങനെ പ്രയാണം തുടങ്ങിയ ആൾക്കാർ. ഇപ്പം ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ പ്ലെയിനിൻ്റെ കഥ പറയും. അതങ്ങനെയാണ്, എയർ കണ്ടീഷനാണ്, ഒരു സാധനം ഉണ്ടാകും, ഞെക്കുമ്പം ബെല്ല് കേൾക്കും, അപ്പം സുന്ദരിയായ ഒരു സ്ത്രീ വരും, ചോദിക്കും എന്തോ വേണം. അപ്പം നമ്മൾ പറയും, അവരത് കൊണ്ടുതരും, കള്ള് തരും, ജ്യൂസ് തരും, ബിസ്ക്കറ്റ് തരും. എൻ്റെ മനസ്സിലിങ്ങനെ പ്ലെയിൻ എന്നുള്ളൊരു സംഭവം ഏതോ സ്വർഗ്ഗലോകത്ത് പോകുന്നൊരു പരിപാടി പോലെയാണ് എൻ്റെ മനസ്സിൽ കിടന്നത്. പക്ഷേ പ്ലെയിനിൽ പോകണമെങ്കിൽ പൈസ വേണം, ടിക്കറ്റിന് പൈസ വേണം. അപ്പോൾ എനിക്ക് ജോലിയില്ല. അങ്ങനെ ഞാൻ ഓഫീസറായി. എൻ്റെ ട്രാൻസ്ഫർ വന്നത് ലഡാക്കിലോട്ടാണ്. ലഡാക്കിനൊരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ദോഷം എന്ന് പറയുന്നത് വിൻ്ററിൽ ലഡാക്ക് കട്ട് ഓഫ് ആകും. റോഡ് മാർഗം, കരമാർഗം ലഡാക്കിലെത്താൻ വഴിയില്ല. അതായത് സുജില പാസ് ശ്രീനഗറിൽ നിന്ന് വരുമ്പം അത് ഐസ് വീണത് വലിയൊരു കോട്ടയാണ്. അപ്പം ഏപ്രിൽ മെയിൽ അത് തുറക്കത്തുള്ളൂ. അപ്പോൾ ആ വഴി പോകാനൊക്കത്തില്ല. ഇപ്പോൾ തുപ്ഷി മണാലിയും സെപ്റ്റംബർ ഒക്ടോബർ അടയും, അത് ജൂണിലെ തുറക്കത്തുള്ളൂ. അപ്പം സെപ്റ്റംബർ ഒക്ടോബർ മുതൽ അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ വരെ ലേയിലുള്ളവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആകെ മാർഗം ബൈ എയറാണ്. അതിന് പട്ടാളത്തിൻ്റെ എയർഫോഴ്സിൻ്റെ പ്ലെയിനുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, ഇനി നമുക്ക് പ്ലെയിനിൽ കയറാമല്ലോ. അങ്ങനെ അപ്പം
ഞാൻ ജൂണിൽ ചെന്നു, ബൈ റോഡാണ്. ഞാൻ ശ്രീനഗറിൽ നിന്ന് വന്ന് സോണമാർഗ് വഴി, കാർഗിൽ വഴി, കാർഗിൽ വഴി ഞാൻ ലേയിലെത്തി. അപ്പം ആർമിയിലൊരു സംഭവമുണ്ട്, ലീവിന് പോകുമ്പോൾ ഓഫീസേഴ്സിന് ലീവ് പ്ലാനിങ് ഉണ്ട്. അത് CO കമാൻഡിങ് ഓഫീസർ ആരാ തീരുമാനിക്കും ആരെപ്പം പോകുമെന്നുള്ളത്. അന്നേരം ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ അവധി ഉള്ളപ്പം ഫാമിലീസ്, അതായത് ഭാര്യമാർക്കും കുട്ടികൾക്കും അവിടെ വരാം. അപ്പം ലീവ് പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ ജൂണിൽ ചെന്നതേ ഉള്ളൂ. എൻ്റെ CEO പറഞ്ഞു, ചക്കോ നീ ജൂലൈ, ഓഗസ്റ്റിൽ പൊക്കോ. എനിക്ക് പ്രയാസം. ഞാൻ പറഞ്ഞു, സർ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നീ പോയിട്ട്. അത് ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ എവർക്ക് ഈ സീനിയർ ഓഫീസേഴ്സ് എന്നെക്കാളും മൂത്തവരുണ്ടല്ലോ അവിടെ, അവരെ ഫാമിലിയൊക്കെ വരുമ്പം അവർക്ക് താമസിക്കണം. അപ്പം പിന്നെ ഞാൻ ലീവിന് പോയാൽ വിൻ്ററിൽ ഒരാളുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സർ എനിക്ക് വിൻ്ററിൽ പോയാൽ മതി, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല. പിന്നെ സാറിന് എനിക്ക് 60 ദിവസം തരണമെങ്കിൽ എനിക്ക് 10 ദിവസം തന്നാലും മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഈ ഏരിയ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ എല്ലാം പോയിക്കോളാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഇപ്പോൾ ഈ നമ്മുടെ ദർബുക്ക്, അതായത് ഗൽവാൻ്റെ അവിടെ പോകണം, പ്രതാപ്പൂർ അതായത് സിയാച്ചിൻ്റെ അവിടെ പോകണം, അതൊക്കെ ഞാനിപ്പം പോയി എല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ സിയൊക്കെ സന്തോഷം. ഒരാൾ അണ്ടർടേക്കിംഗ്, അതായത് സമ്മതിച്ചിട്ടുണ്ട്, എനിക്ക് 15 ദിവസം മതി ലീവ്, 60 ദിവസം വേണ്ടാന്ന്. അതൊക്കെ സന്തോഷമായി. പക്ഷെ എൻ്റെ മനസ്സിലിരിപ്പോൾ അതല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ നവംബർ, ഡിസംബർ ആകുമ്പോൾ എനിക്ക് പ്ലെയിനിൽ ഫ്രീ ആയിട്ട് താഴെ ചണ്ഡീഗഡിൽ ചെല്ലാം. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ടൊരു പ്ലെയിൻ റൈഡ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒക്ടോബറായി, നവംബറായി. പക്ഷേ ഈ പ്ലെയിനൊരു പ്രശ്നമുണ്ട്, അത് ആകെ എടുക്കാവുന്നത് 20 ടണ്ണേ ഉള്ളൂ. ഇത് AN-12, അതായത് ആൻറ്റോം 12 എന്ന് പറയുന്ന പഴയ ഒരു പ്ലെയിനാണ്, 4 പ്രൊപ്പല്ലറുള്ള പ്ലെയിനാണ്. അത് കളിയാക്കുന്നത് ഇത് ലേയിൽ എയറിൻ്റെ ഇത് കുറവായതുകൊണ്ട് ലോഡ് 20 ടൺ എടുക്കാൻ ഒക്കത്തില്ല. 1965 ഇതേ പ്ലെയിനിലാണ് ബോംബ് കൊണ്ട് പാകിസ്ഥാനെ ചുമ്മാ തെള്ളിയിട്ടത്. ആ പ്ലെയിനാണ്, നല്ലൊരു പ്ലെയിനാണ്. അവർ പറയും വർക്ക് ഹോസ് എന്ന് പറയും. അതായത് ഭയങ്കര സ്റ്റേബിൾ, സ്റ്റേഡി, നല്ലൊരു പ്ലെയിനാണ്. പക്ഷേ ലേയിൽ നിന്ന് പൊങ്ങണമെങ്കിൽ അതിന് വെയിറ്റ് എടുക്കാനൊക്കത്തില്ല. പൈലറ്റ് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അന്ന് ഇത്രയൊന്നും കമ്പ്യൂട്ടറൊന്നും ഓൺ ബോർഡില്ല. കാൽക്കുലേറ്റ് ചെയ്യും, അത് പറയും ഓക്കെ 10 പേര് അല്ലെങ്കിൽ 14 പേര് അല്ലെങ്കിൽ 18 പേര്, വിൻ്ററിൽ ചിലപ്പം 20 പേര് കയറാം. ഈ പ്ലെയിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഒരു പ്രഷറൈസ്ഡ് ഭാഗവും ഒന്നൊരു ഓപ്പൺ ഭാഗവും. ഈ ഓപ്പൺ ഭാഗത്താണ് കാർഗോ, അതായത് സാധനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ വരുന്നത് അവിടുന്ന് വരുമ്പം പട്ടാളക്കാരെ കൊണ്ടുവരും. പിന്നെ ചില പ്ലെയിൻ നിറച്ച് സാധനമായിട്ടാണ് വരുന്നത്. അപ്പം അവിടുന്ന് കൂടുതൽ ആൾക്കാർ വരാം, കാര്യം ടേക്ക് ഓഫ് ചെയ്യാൻ പ്രയാസമില്ല. ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ ലോഡ് കൂടുന്നുണ്ട്. 10, 12, 14 പേരൊക്കെ ഒരു പ്ലെയിനിൽ പോകുന്നത്. ഇപ്പോൾ ഒന്ന് ഓർത്തോളണം, ഈ സെപ്റ്റംബർ, ഒക്ടോബർ മുതൽ കംപ്ലീറ്റ് ലേ, അതായത് താഴെ സോജില തൊട്ട് ലേ വരെ, ബട്ടാലിക്ക് തൊട്ട് ലേ വരെ, പ്രതാപ്പൂർ തൊട്ട് ലേ വരെ, ദർബുക്ക് അത് ഗൽവൻ തൊട്ട് ലേ വരെ ഉള്ള പട്ടാളക്കാർക്കെല്ലാം ഏക ആശ്രയം ഈ പ്ലെയിനാണ്. ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ, വീട്ടിലാരെങ്കിലും മരിച്ചാൽ ഇത് വേണം, കല്യാണം ഉണ്ടെങ്കിൽ ഇത് വേണം, അസുഖം ഉണ്ടെങ്കിൽ ഇവാക്വേഷൻ ഇതിലാണ്. അപ്പം പലപ്പോഴും നമുക്ക് ഈ എയർപോർട്ടിൽ, അപ്പോൾ അന്ന് എയർഫോഴ്സിൻ്റെ കീഴിലാണ് എയർപോർട്ട്, നമുക്ക് പല പല സീൻ കാണാം. പൈലറ്റിനോട് കരഞ്ഞ് പറയുന്നത് കാണാം, സാബ് എൻ്റെ അമ്മ മരിച്ച് 3 ദിവസമായി, ഞാൻ സീനിയോറിറ്റി ഇല്ല. അപ്പോൾ പൈലറ്റ് പറയും ഓക്കെ ഇയാളെ കയറ്റ്. സാധാരണ പൈലറ്റ് ചെയ്യുന്നത് അയാൾ പറയും ഓക്കെ 15 പേരെ കൊണ്ടുപോകാമെന്ന് പറയും. പക്ഷേ അയാൾ 3-4 സീറ്റുകൾ മാറ്റി വെക്കും ഇങ്ങനത്തുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ പറയും സാറേ ഇന്നെൻ്റെ കല്യാണമാണ്, അപ്പം അതിനെ കയറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ശരിക്കും ഹൃദയം പൊട്ടുന്ന കാണാം. സാറേ എൻ്റെ അമ്മ മരിച്ച് 4 ദിവസമായി സാറേ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു സാറേ. അപ്പം അയാൾ ഇപ്പം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് 8-10 പ്ലെയിൻ വരും. ചിലപ്പം ട്രാൻസിറ്റ് ക്യാമ്പ്, അതായത് ഈ പട്ടാളക്കാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമുണ്ട്, മാസങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സങ്കടമാണ് ചിലപ്പം. അപ്പം ഓഫീസേഴ്സിന് സാധാരണഗതിയിൽ ഒരു വേക്കൻസി ഉണ്ട്, 2-3 പേർക്ക് പോകാം. ഞാനങ്ങനെ പേര് കൊടുത്തു. അപ്പം ലീവ് സാങ്ഷനായി, എനിക്ക് സന്തോഷമായി. അപ്പം എന്നോട് അവിടുത്തെ എൻ്റെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, അതിൻ്റെ പേര് ഞാൻ ലോഡ് മാനിഫെസ്റ്റോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സാർ ലോഡ് മാനിഫെസ്റ്റോ, അത് പറഞ്ഞ നീ എന്താ വിചാരിച്ചേ, നീ ലോഡാ, നീ പാസഞ്ചർ AN-12
പാസഞ്ചർ ഇല്ല, ലോഡ് അതിൽ കയറുന്നതെല്ലാം ലോഡ് ആൾക്കാർ. ഇപ്പോൾ AN-12 ഒരു പൈലറ്റുണ്ട്, ഒരു കോ പൈലറ്റുണ്ട്, ഫ്ലൈറ്റ് എഞ്ചിനീയറുണ്ട്, ഒരു നാവിഗേറ്ററുണ്ട്, ഒരു ലോഡ് മാസ്റ്ററുണ്ട്. അയാളാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ എവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പേര് വന്നു, എൻ്റെ പേരുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ പേര് രണ്ടാമത്തേതാണെന്ന് തോന്നുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്ലെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്ലെയിനിൽ കയറാനുള്ള ആഗ്രഹമായിട്ട് ഞാനിങ്ങനെ നിന്നു. അപ്പം പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി കയറാൻ പോവാണല്ലോ. അപ്പം പട്ടാളത്തിനെല്ലാം ചിട്ട് ക്യാപ്റ്റൻ ചാക്കോ, അപ്പം ഞാൻ ലൈനിൽ നിന്നു, ബാക്കി എല്ലാവരും പുറകെ നിന്നു. അപ്പം ഞങ്ങളിങ്ങനെ നടക്കും. അപ്പം ഈ പ്ലെയിനിൻ്റെ പുറഭാഗം ഇങ്ങനെ തുറന്നിരിപ്പുണ്ട്, വാ തുറക്കുന്നത്, അതിൻ്റെ പുറഭാഗം. അപ്പം ഞാൻ ഈ പ്ലെയിനൊക്കെ സാധാരണ കയറുന്നത് സ്റ്റെയർ കേസ് പോലെ സാധനം ഞാൻ കേട്ടിട്ടുള്ളത്, ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പം എൻ്റെ മുമ്പിലൊരു ഓഫീസറുണ്ട്. അപ്പം അവന് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന്. അവൻ അങ്ങോട്ട് നടന്ന്, അപ്പം ഈ വാ തുറന്നിരിക്കുന്നതിൻ്റെ പുറഭാഗത്ത് ഒരു ട്രാക്ടർ വെച്ചിട്ടുണ്ട്, ട്രോളി ഉണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്ത് ഒരു സാധനമുണ്ട്. അപ്പം ഈ ഓഫീസർ ഇങ്ങോട്ട് വന്നു. അവൻ ആ ട്രാക്ടറിൻ്റെ ട്രോളിയെ കൈവച്ചു, ഒരു ചാട്ടം ട്രോളിക്കകത്തോട്ട് ചാടി, ട്രോളി കൂടെ നടന്ന് 2 സ്റ്റെപ്പ് എടുത്ത് ഇതിനകത്തോ ചാടി കയറി. അപ്പം ഞാൻ നോക്കിയപ്പം ഇങ്ങനെയാണോ പ്ലെയിനിൽ കയറുന്നത്. ഞാനും വന്ന് പുറകെ ചാടി കയറി നോക്കിയപ്പോൾ ട്രോളി കയറി. ട്രോളിയിൽ നിന്ന് ഇതിൻ്റെ ഭാഗത്ത് കയറിയപ്പം ഒരു ഗുഹ പോലൊരു പ്ലെയിൻ, കസേരയില്ല, ബെല്ലില്ല, ഒന്നുമില്ല. അപ്പോൾ ചെന്ന് അകത്ത് കയറി കൊച്ചൊരു സാധനമുണ്ട്, ഒരു കൊത്രയുള്ള സാധനം, ഒരു 10-15 പേർക്ക് നിൽക്കാം. അവിടെ ബെഞ്ചും ഇല്ല, ചെയറും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ഈ സൈഡിൽ നിന്നൊരു ക്യാൻവാസ് ഇങ്ങോട്ട് വലിച്ചിട്ട്, ഇപ്പോൾ ഒരു സ്റ്റൂൾ പോലെ സാധനമാണ്, അതിനെ തിരിച്ചു പോകുന്ന വലിച്ചിട്ട് അതിൽ കയറിയിരുന്നു. ഞാൻ നോക്കി, ഞാൻ എൻ്റെ വലിച്ചിട്ടോ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇതാണ് പ്ലെയിനിലെ ചെയർ. പിന്നെ കേട്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ്. ഞാൻ ഇങ്ങനെ നോക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ദർ ഇസ് നോ സീറ്റ് ബെൽറ്റ്. സർ, ദർ ഇസ് നോ സീറ്റ് ബെൽറ്റ്, ഹോൾഡ് ഓൺ. സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല, പിടിച്ചോണ്ടിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. അത് നമുക്ക് അത് അനുഭവിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം അത് കിട്ടത്തില്ല. എല്ലാവരും വന്നു, ഇത് പതുക്കെ അടച്ചു, പുറഭാഗം അടച്ചു, ഇരുട്ടായി. അപ്പോഴത്തേക്ക് പതുക്കെ പ്ലെയിനിൽ കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രൊപ്പല്ലർ കറങ്ങുവാണ്, ഭയങ്കരമായിട്ട് ആയി. പ്ലെയിൻ പതുക്കെ മൂവ് ചെയ്ത് റൺവേയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലായി. പ്ലെയിൻ അങ്ങ് ഫുൾ ആക്സിലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊപ്പല്ലർ ഫുൾ സ്പീഡിലാണ്. പ്ലെയിൻ നിന്ന് കുലുങ്ങുക. അപ്പോഴത്തേക്ക് ആ ലോഡ് മാസ്റ്റർ വന്ന് പറഞ്ഞു, എല്ലാവരുടെയും കൈ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ പട്ടാളക്കാരെല്ലാം ഇതൊക്കെ എണ്ണിച്ച് പുറകോട്ട് നടന്നു. അപ്പോൾ ഞാൻ ഇയാളോട്, സർ ഇതെന്തോ, നീ അവിടെ ഇരിക്കുക, അവർ പോയിട്ട് വരും. ഞാൻ ഇതെന്തോ, അത് കളിയായിട്ടാണ് പറഞ്ഞതെങ്കിലും അത് കാര്യമുണ്ട്. അവരെല്ലാം പുറകെ പോയി നിൽക്കണം, എന്നിട്ട് പ്ലെയിൻ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങിക്കഴിയുമ്പോൾ അവരെല്ലാം മുമ്പിൽ വരണം. നമ്മൾ ഇത് പലർക്കും മനസ്സിലാകത്തില്ല, വിശ്വസിക്കത്തില്ല, ചിരിക്കും. പ്ലെയിനിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറ്റുന്നത് ഇങ്ങനെ അവർ, അതായത് അവരെല്ലാം പുറകെ പോയി നിൽക്കും. അത് ഈ പ്ലെയിൻ പൊങ്ങുന്നത് മലയ്ക്കിടയ്ക്കൂടാ. അതാണ് അവിടെ പണ്ടൊരു പ്ലെയിൻ ക്രാഷ് പോയതാണ്. അപ്പം ഈ പ്ലെയിന് കൊച്ചു റൺവേയാണ്. പൊങ്ങണമെങ്കിൽ ഒന്നാമത് അവിടുത്തെ വായുവിന് സമ്മർദ്ദം കുറവായതുകൊണ്ട് ലിഫ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇതിനെ പ്ലെയിൻ ഫുൾ എൻജിന് എത്ര പവറുണ്ടോ അത്രയും പവറാക്കി ഇങ്ങനെ കുലുങ്ങി പിന്നെ ഒരു ഓട്ടമാണ്. പിന്നെ പകുതി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങും. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പുറകെ പോയി കഴിഞ്ഞ് പൊങ്ങി ഈ കാളിമാതയുടെ ഹില്ല് ക്രോസ് ചെയ്ത് ഒരു ഹില്ലിൻ്റെ സൈഡിൽ കൂടി നമുക്ക് കാണാം. ഒക്കെ ഇങ്ങനെ മലകളാണ്, ഇങ്ങനെ പോകും. അപ്പോഴത്തേക്ക് അവരെല്ലാം ഓടി മുമ്പിൽ വരും. മുമ്പിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആളത് അടയ്ക്കും. വന്നു കഴിഞ്ഞിട്ട് ആകെ ഇരിക്കാവുന്നത് 10 പേർക്കേ സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ 8 പേർക്കേ ഉള്ളൂ. ബാക്കി എല്ലാവരും താഴെ ഇരിക്കുക, താഴെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ പ്ലെയിൻ ഇങ്ങനെ പോവും. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട പ്ലെയിൻ ഒരു ബെല്ലും ഇല്ല, ഒരു എയർ ഹോസ്റ്റസും ഇല്ല, ഒന്നുമില്ല. അവസാനം വന്ന് ചന്തുകളിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ശ്വാസം കിട്ടിയത്. എത്തിയല്ലോ എന്നുള്ളത്. അത് പ്ലെയിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു പോവും. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ വേറെ ഒരു എയർലൈനിൽ വർക്ക് ചെയ്യുന്ന ആളോട് പറഞ്ഞപ്പം അദ്ദേഹത്തിന് വിശ്വാസമായില്ല. അദ്ദേഹം ലേ കാണാൻ വന്നപ്പം, ഞാൻ ഈ 84 കാര്യമാണ് ഈ പറയുന്നത്.
ഈ പ്ലെയിൻ വന്നപ്പം അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി അവിടുത്തെ ഒരു പഴയ ഒരാളായി എനിക്കെല്ലാവരും അറിയാൻ തുടങ്ങി. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി ഈ പ്ലെയിനകത്ത് കയറ്റി. ഞാൻ പറഞ്ഞു ഇനി സീറ്റ് കാണിച്ചു. അപ്പോൾ ആദ്യമേ പുള്ളിക്കാരൻ ഇത് കണ്ടപ്പം ഇങ്ങനെ കയറുന്നത് ഇത് കയറിക്കും, ഇതാ എൻ്റെ ഏണി. പുള്ളിക്കാരൻ അതിശയം, ഇത് ലോകത്ത് ഒരു എയർ സേഫ്റ്റി സമ്മതിക്കാത്ത സംഭവങ്ങളാണ്. പക്ഷേ അന്നത്തെ ലെവലിൽ അതാണ് പ്ലെയിനിലെ എൻ്റെ ആദ്യത്തെ യാത്ര. ഒരിക്കലും മറക്കാനൊക്കാത്ത ഏറ്റവും സന്തുഷ്ടമായ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം സഫലമാക്കിയൊരു യാത്രയായിരുന്നു ആൻറ്റോർട്ടലിലെ 83 ഒക്ടോബർ നവംബറിലെ എൻ്റെ യാത്ര. അപ്പം ആരാണ്ട് എന്നെ കമ്പ്യൂട്ടറിലൂടെ കുത്തുന്നു, മുറിയുന്നുണ്ട്, ചോര വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാസ്ക് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നു, അവരങ്ങോട്ട് പിടിക്കുന്നു. അവസാനം എങ്ങനെയാണെന്നറിയാൻ വയ്യ, എന്നെ കുത്തിയതും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫ്ലാസ്ക് പോയി. ഫ്ലാസ്ക് പൊട്ടിത്തെറിച്ചു, ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് ഈ ഗ്ലാസ് എല്ലാം കൂടെ പോയത് പുറത്തോട്ടാണ്. അപ്പോൾ തിളച്ച വെള്ളവും ഈ ഗ്ലാസും കൂടെ പൊട്ടിത്തെറിച്ച് ആ മുമ്പിൽ ഇത് വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ മുഖത്തെല്ലാം അതെല്ലാം ചോര ഒളിച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് ആരാൾ പറഞ്ഞു വെടിവെക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി.